പ്രിയപ്പെട്ടവരെ, ഹിജറ ഏകദേശം 4-ാം നൂറ്റാണ്ടിൽ ഉബൈദിയ എന്ന് പറയുന്ന ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. ഉബൈദിയ എന്ന് പറയുന്ന ഭരണകൂടം തുനീഷ്യയിൽ ഹിജറ 297 അവർ സ്ഥാപിതമായത്. ഹിജറ 297, അതായത് 3-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ഭരണകൂടം തുനീഷ്യയിൽ സ്ഥാപിതമായത്. ഹിജറ 362 അവർ ഈജിപ്തിലേക്ക് മാറി. അവരുടെ ഭരണാസ്ഥാന കേന്ദ്രമായി ഈജിപ്തിനെ അവർ തെരഞ്ഞെടുത്തു. അതായത് ഏകദേശം 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. ഹിജറ 567 വരെയാണ് അവരുടെ ഭരണകൂടം നിലനിന്നത്. 6-ാം നൂറ്റാണ്ട് വരെയാണ് ഏകദേശം അവരുടെ ഭരണകൂടം നിലനിന്നത്. ഈ വിഭാഗമാണ് ഉബൈദിയാക്കൾ. അവരിൽ ധാരാളം രാജാക്കന്മാരുണ്ട്. അവരൊരിക്കലും പ്രചരിപ്പിച്ചിരുന്നത് ഇസ്ലാമിക അഖീദയല്ല, മറിച്ച് അവർ പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് തോന്നിയ അഖീദകളാണ്. അതല്ലാതെ ഒരിക്കലും ഒരു മുസ്ലിം ഭരണകൂടമായി അവരെ ചിത്രീകരിക്കാൻ ഒരു ചരിത്രകാരനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമും തയ്യാറായിട്ടില്ല. കാരണം അവർക്കിടയിൽ അത്രയും തെറ്റുകൾ ഉണ്ടായിരുന്നു. 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ഈ ഉബൈദിയാക്കൾ ഏത് പേരിലാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്? ഫാത്തിമിയാക്കൾ എന്ന പേരിലാണ്. ഫാത്തിമിയാക്കൾ. അതെന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായ ഫാത്തിമ ബിൻത് മുഹമ്മദ് റളിയല്ലാഹു അൻഹ അവരുടെ പേരിലേക്ക് ചേർത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇഷ്ടം തേടിയെടുക്കാനാണ് അവർ ഫാത്തിമിയാക്കൾ എന്ന പേര് സ്വീകരിച്ചത്. വാസ്തവത്തിൽ അവർ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുടുംബവുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവരുടെ യഥാർത്ഥ പേര് ഉബൈദിയാക്കൾ എന്നാണ്. ഇവർ, പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ പലതരത്തിലുള്ള ഫിത്നകളും ഉണ്ടാക്കി, പലതരത്തിലുള്ള ബിദ്അത്തുകൾ പ്രചരിപ്പിച്ചു. എന്തിനു പുറമെ ശിർക്ക് തന്നെ പ്രചരിപ്പിച്ചു. അല്ലാഹു ഇല്ല എന്ന നിരീശ്വരവാദം പോലും ഉബൈദിയാക്കൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവരിലെ ചില ഭരണാധികാരികൾ അവരാണ് റബ്ബ് എന്ന് പറഞ്ഞിരുന്നു. ഉബൈദിയാക്കളിൽ ജീവിച്ചിരുന്ന ചില ഭരണാധികാരികൾ വാദിച്ചത് എന്താ? അവരാണ് റബ്ബ്, അവരാണ് അള്ളാഹു, അവരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പോലും അവർ വാദിച്ചിരുന്നു. അതേപോലെ തന്നെ ഇൽമുൽ ഗൈബ്, അദൃശ്യമായ ജ്ഞാനം അവർക്ക് അറിയുമെന്ന് അവർ വാദിച്ചതായി ഇബ്നു ഖല്ലിഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അവർ അവരുടെ കീഴിൽ ജീവിച്ചിരുന്ന ആൾക്കാരോട് അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചവരാണ്. അവർക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ, അള്ളാഹുവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചവരാണ് ഉബൈദിയ ഭരണകൂടം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബികളുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലിയതിന്റെ പേരിൽ ധാരാളം വ്യക്തികളെ കൊന്നൊടുക്കിയവരാണ് ഉബൈദിയ ഭരണകൂടം. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി പോകുന്ന ധാരാളം ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ട് അവിടുത്തെ ഹജറുൽ അസ്വദ് എടുത്തുകൊണ്ട് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയ ഖറാമിത്ത എന്ന് പറയുന്ന വിഭാഗത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തതാരാണ്? ഉബൈദിയ ഭരണകൂടമാണ്. ഈ തരത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടോ ചരിത്രത്തിൽ, അതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണകൂടമായിരുന്നു, പ്രിയപ്പെട്ടവരെ, ഉബൈദിയ ഭരണകൂടം. ഈ ഉബൈദിയ ഭരണകൂടം ഇവരാണ് പലതരത്തിലുള്ള ബിദ്അത്തുകൾ ലോകത്തേക്ക് കൊണ്ടുവന്നത്. അതിൽപ്പെട്ട ഒന്നാണ് ആശൂറയുടെ ദിവസത്തിൽ, അതായത് മുഹറം 10 പലതരത്തിലുള്ള പരിപാടികൾ അവർ നടത്തും. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിൽ അവർക്ക് വേദനയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ അവർ അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് അടിച്ചും അതുപോലെ തന്നെ സ്വയം ശരീരത്തെ കീറി മുറിച്ചുമൊക്കെ അവരൊരു ബിദ്അത്ത് ഉണ്ടാക്കി. അതുപോലെ തന്നെ അവർ പലതരത്തിലുള്ള വേറെയും ചില ബിദ്അത്തുകൾ ഉണ്ടാക്കി. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം. അതുപോലെ തന്നെ അവരുണ്ടാക്കിയതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജന്മദിനാഘോഷം. ഹസനിന്റെയും ഹുസൈനിന്റെയും റളിയല്ലാഹു അൻഹുമ അവരുടെ പേരുള്ള ഈ ജന്മദിനാഘോഷം ഇമാം മഖ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ വളരെ വ്യക്തമായിട്ട് ഇത് പറയുന്നത് കാണാം. അതേപോലെ തന്നെ ഇമാം ഖലഖ്ശബന്ദിയും അദ്ദേഹത്തിന്റെ കിതാബിൽ ഈ കാര്യം പറയുന്നതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ ഇതല്ല എന്ന് പറയുന്നവർ അതിന് വ്യക്തമായ തെളിവ് കൊണ്ടാക്കട്ടെ. ഇമാം മഖ്രീസി എന്നുള്ളത് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ഉണ്ടാക്കിയത് ഉബൈദിയാക്കളാണ്. ഉബൈദിയാക്കൾ ഏകദേശം 27 ആഘോഷങ്ങളാണ് അവരുണ്ടാക്കിയത്. ഉബൈദിയാക്കൾ 27 ആഘോഷങ്ങൾ. അതിലൊന്നായിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം. നമ്മൾ ചിന്തിക്കണേ, ആരെ ഉണ്ടാക്കിയത്? റബ്ബാണെന്ന് വാദിച്ചവർ, ഇൽമുൽ ഗൈബ് അറിയുമെന്ന് വാദിച്ചവർ, ഹാജിമാരെ കൊല്ലാനും ഹജറുൽ അസ്വദ് കട്ടെടുക്കാനും ഒത്താശ ചെയ്തവർ, ഈ ഒരു വിഭാഗം ജനങ്ങൾ, സഹാബത്തിനെ ചീത്ത വിളിച്ചവർ, ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാരിയാണെന്ന് പറഞ്ഞവർ, ഇവരാണ് ലോക ചരിത്രത്തിൽ മൗലിദ് ഉണ്ടാക്കിയത്. ഇത് പറയുന്നത് ആരാ? മഖ്രീസിയാണ്, ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതനായ ഇമാം മഖ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനുശേഷം പല ആൾക്കാരും അതിനൊക്കെ സ്വീകരിച്ചു പോന്നു. ഹിജറ 567 ഫലസ്തീനിന്റെ വിമോചക നായകനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി ഉബൈദിയ ഭരണകൂടത്തിനെ ഇല്ലാതാക്കി.
അന്ന് അത് നശിച്ചു. അവർ കൊണ്ടുവന്നിരുന്ന എല്ലാ ആഘോഷങ്ങളും അതിനുശേഷം നിന്നു. അതിനുശേഷം അബൂ ഉശാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അതിനുശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഉമർ ബിൻ മുഹമ്മദ് അൽ മുല്ല എന്ന് പറയുന്ന ഒരു സൂഫിയാണ് നബിദിനാഘോഷം പുനർജീവിപ്പിച്ചത്. ഉമർ ബിൻ അഹ്മദ് അൽ മുല്ല, അദ്ദേഹം നബിദിനാഘോഷം പുനർജീവിപ്പിച്ചു. അദ്ദേഹം സൂഫിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മളൊക്കെ പറയാറുള്ള മുദഫർ അബൂ സഈദ് അൽ കുബൂരി എന്ന് പറയുന്ന ഇർബിലിലെ രാജാവായ മുദഫർ രാജാവ് ഇത് ഏറ്റെടുത്തത്. അതല്ലാതെ ചില ആൾക്കാർ പറയുന്നത് പോലെ ഇതാദ്യമായി തുടങ്ങിയത് മുദഫർ രാജാവല്ല. അങ്ങനെ ഇമാം സുയൂത്തിയൊക്കെ വാദിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതാദ്യമായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഉബൈദിയാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറ്റം പറയുന്നവർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ആയിഷ, നമ്മുടെ ഉമ്മയായ മഹദിയെ വ്യഭിചാരി എന്ന് ആരോപിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കൊണ്ടുവന്നത്. അതല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ഇമാമല്ല, ഏതെങ്കിലും ഒരു സഹാബിയല്ല, ഏതെങ്കിലും ഒരു താബിഈയല്ല. ഇതല്ല എന്ന് പറയുന്നവർ അവർ തെളിവ് ഹാജരാക്കട്ടെ. ഇത് ഞാൻ ഉദ്ധരിക്കുന്നത് ഇമാം മഖ്രിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഖുതത്തിൽ അല്ലെങ്കിൽ അൽ ഖിതത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ചരിത്രമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, 27 ആഘോഷങ്ങൾ ഉണ്ടാക്കിയതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ഉണ്ടാക്കിയത് ആദ്യമായിട്ട് ഉബൈദിയാക്കളാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയാണ് അതൊക്കെ നിർത്തലാക്കിയത്. അതിനുശേഷം ഏതാനും ചില വർഷങ്ങൾക്ക് ശേഷം ഹിജ്റ 600-ൽ ഇർബിൽ ഭരിച്ചിരുന്ന മുദഫർ അബൂ സഈദ് അൽ കുബൂരി ഇബ്നു ബസ്തകീൻ എന്ന് പറയുന്ന രാജാവ് അത് വീണ്ടും കൊണ്ടുവരികയും ജനങ്ങൾ അത് ആഘോഷിക്കുകയും ചെയ്തു. മുദഫർ രാജാവ് എങ്ങനെ ആഘോഷിച്ചത്? അദ്ദേഹത്തിന് അറിയാമായിരുന്നു ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ 8-ാം തീയതിയാണെന്ന് പറയുന്നുണ്ട്, ചിലർ പറയുന്നുണ്ട് 9-ാം തീയതിയാണ്, ചിലർ പറയുന്നു റബീഉൽ അവ്വൽ 12 അതുകൊണ്ട് ഒരു വർഷം 9-ാം തീയതി ആഘോഷിക്കും, മറ്റൊരു വർഷം 12-ാം തീയതി, മറ്റൊരു വർഷം 8-ാം തീയതി. ഇങ്ങനെയാണ് മുദഫർ രാജാവ് ആഘോഷിച്ചത്. അതല്ലാതെ ഒരു തീയതി നിശ്ചയിച്ചുകൊണ്ടല്ല മുദഫർ രാജാവ് ആഘോഷിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ജനങ്ങൾ ഇവരാഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നബിദിനാഘോഷം ആരെ ഉണ്ടാക്കിയത്? ഉബൈദിയ്യാക്കൾ, റബ്ബാണെന്ന് വാദിച്ചവർ, സഹാബത്തിനെ കുറ്റം പറഞ്ഞവർ, സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലിയതിന്റെ പേരിൽ കൊല നടത്തിയവർ, അവരുടെ മാർഗത്തെയാണ് പിൻപറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ പലതരത്തിലുള്ള ബിദ്അത്ത് ഉണ്ടാക്കി. അതിലൊന്നാണ് നബിയുടെ മൗലിദ്, അത് ഏറ്റുപിടിച്ചു സൂഫികൾ. മറ്റൊന്നാണ് മുഹറം 10 ആശൂറാന്റെ ദിവസത്തിൽ ശരീരത്തിനെ അടിച്ച് കീറൽ, അത് ആരെ ഏറ്റെടുത്തു? ഷിയാക്കൾ ഏറ്റെടുത്തു. ഇന്നും റാഫിദിയ്യാക്കൾ ഇറാൻ പോലെയുള്ള അവരുടെ രാജ്യങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചരിത്രം പഠിക്കണം. ചരിത്രത്തിൽ ഇതിന്റെയൊക്കെ വാസ്തവം നമ്മൾ അറിയണം. ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാണ്, ഇതിന്റെയൊക്കെ പിന്മുറക്കാരാരാണ് തുടങ്ങിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് ഖൈറും ജനങ്ങൾക്ക് ഹിദായത്തും ലഭിക്കാൻ അവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക, അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ചില പാവങ്ങളായ ജനങ്ങൾ ഒന്നും അറിയാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കുക, അവരോട് പറയുക, ഒരിക്കലും പ്രവാചകനെ സ്നേഹിക്കാത്തത് കാരണത്താലല്ല നമ്മൾ നബിദിനാഘോഷം നടത്താത്തത്. പ്രവാചകനോട് നമ്മൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷേ വർഷത്തിൽ ഒരു ദിവസം മാത്രം ഒതുക്കിക്കൊണ്ട് നടത്തേണ്ടതല്ല നമ്മുടെ ഇഷ്ടം. നമ്മുടെ ജീവിതത്തിന്റെ കൺമുമ്പിൽ എപ്പോഴും എന്റെ ജീവിതത്തിന്റെ മാതൃകയാണ്, റോൾ മോഡലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ സുന്നത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക.